ആലപ്പുഴ നൂറനാട് പുതുവത്സര രാത്രിയിൽ പോലീസിന്റെ പരാക്രമം. ഉദ്യോഗസ്ഥർ ഇരുചക്ര വാഹനങ്ങൾ നശിപ്പിച്ച ശേഷം സമീപവാസിയായ യുവാവിനെതിരെ കള്ളക്കേസെടുത്തെന്ന് പരാതി. പോലീസ് ഉദ്യോഗസ്ഥർ വാഹനങ്ങൾ നശിപ്പിക്കുന്നതിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. ഹാൻഡിൽ ലോക്കായ ബൈക്കുകൾ എടുത്തുമാറ്റുകയാണ് ചെയ്തത് എന്നാണ് പോലീസിന്റെ വിശദീകരണം. സുഹൃത്തിനെ കൊണ്ടുവിടാൻ പോയ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും കള്ളക്കേസെടുക്കുകയും ചെയ്തെന്ന് നൂറനാട് സ്വദേശി സാലു പറഞ്ഞു. ഞങ്ങൾ കുറച്ചുപേര് വന്ന് വണ്ടിയെല്ലാം ഈ സംഭവ സ്ഥലത്ത് ഇരിപ്പുണ്ടായിരുന്നു. എന്നെ ആ സംഭവ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് എൻ്റെ ഫ്രണ്ട് ഇട്ടാണ് ഇവർ ഈ വണ്ടിയെല്ലാം തല്ലിപ്പൊളിക്കുകയൊക്കെ ചെയ്തത്. എന്നിട്ട് എൻ്റെ പേര് കള്ളക്കേസ് കൊടുത്ത് ഈ വണ്ടിയെല്ലാം ഞാൻ തല്ലിപ്പൊളിച്ചാന്ന് പറഞ്ഞ് എൻ്റെ പേര് കള്ളക്കേസ് കൊടുത്ത് എന്നിട്ട് എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എന്നെ രാത്രി ഉറങ്ങാനൊന്നും സമ്മതിച്ചില്ല. കായംകുളത്ത് പുതുവത്സരാഘോഷത്തിനിടെ മഫ്തിയിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ 4ാം ക്ലാസ്സുകാരനെ ലാത്തി കൊണ്ടടിച്ചെന്ന പരാതിയുമായി രക്ഷിതാക്കൾ ഇന്ന് ജില്ലാ പോലീസ് മേധാവിയെ സമീപിക്കും. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനീഷ്, എന്താണ് ഈ സംഭവത്തെ പറ്റിയുള്ള പോലീസിന്റെ വിശദീകരണം? എന്താണ് പരാതിയായി ഉയരുന്നത്? വേണുഗോപാലകൃഷ്ണൻ, തുടർച്ചയായി പോലീസ് അതിക്രമങ്ങളെ പറ്റിയുള്ള വാർത്തയാണ് ആലപ്പുഴ ജില്ലയിൽ വരുന്നത്. ഒടുവിലായി എത്തിയ വാർത്ത ഇങ്ങനെയാണ്. അതായത് ഇന്നലെ പുലർച്ചെ 2:30-ഓടെ പുതുവത്സര ആഘോഷങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്ത് ഒരു പ്രശ്നമുണ്ടാകുന്നത്. അതായത് ആ സ്ഥലം നൂറനാട് തുരുത്തി ക്ഷേത്ര മൈതാനത്താണ്. പുലർച്ചെ 2:30-ഓടുകൂടി അവിടെ യുവാക്കൾ തമ്മിൽ സംഘർഷമുണ്ടാകുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം നൂറനാട് പോലീസ് സംഘം അവിടെ എത്തുന്നത്. 3 തവണ പോലീസ് സംഘം ഇവിടെ എത്തിയെന്ന് പോലീസ് വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഒടുവിലായി എത്തിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന യുവാക്കൾ ചിതറി ഓടി. പക്ഷേ അവിടെ എത്തിയ പോലീസ് പിന്നെ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട ആരെയും പിടികൂടാൻ പോലീസിനായില്ല. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരാളെ കൊണ്ടാക്കാൻ വന്ന നിരപരാധിയായ സാലു എന്ന ചെറുപ്പക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളുടെ മുൻപിൽ വെച്ച് 15ഓളം വാഹനങ്ങൾ പോലീസ് തകർത്തു. അതായത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ വാഹനം വലിച്ചിഴച്ച് കൊണ്ടുപോയി അലക്ഷ്യമായി അത് റോഡിലേക്ക് വലിച്ചെറിയുന്നത്. അതായത് ഒരു തരത്തിൽ ആ വാഹനം നശിപ്പിക്കുന്ന നടപടി പോലീസിൻ്റെ ഭാഗത്തുണ്ടായി എന്ന ദൃശ്യങ്ങൾ CCTV ദൃശ്യങ്ങൾ ഉറപ്പിക്കുന്നുണ്ട്. പിന്നീട് ഇതേ യുവാവിനെ തന്നെ നൂറനാട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. മറ്റ് 10 പേർ കൂടി, അതായത് ഈ വാഹനങ്ങൾ നശിപ്പിച്ചത് സാലു എന്ന ചെറുപ്പക്കാരനാണ്. മറ്റു 10 പേർ കൂടി ഈ കേസിലുണ്ട് എന്ന രീതിയിൽ FIR പോലീസ് രജിസ്റ്റർ ചെയ്യുന്നു. പിന്നാലെയാണ് ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് പോലീസ് വെട്ടിലാകുന്നത്. യഥാർത്ഥ പ്രതിക്കൂട്ടിൽ ഇപ്പോൾ പ്രതികളായി നിൽക്കുന്നത് പോലീസുകാരാണെന്ന രീതിയിലുള്ള വലിയ വിമർശനം, വലിയ കള്ളക്കേസെടുത്തു എന്ന വലിയ ആരോപണമാണ് പോലീസിനെതിരെ ഉയർന്നത്. അതേസമയം ജില്ലാ പോലീസ് മേധാവി അടക്കം നൂറനാട് CA അടക്കമുള്ള ആളുകൾ വിശദീകരിക്കുന്നത് അവിടെ വലിയ സംഘർഷ സാധ്യതയുള്ള പ്രശ്നബാധിത പ്രദേശമാണ്. അവിടെ രാഷ്ട്രീയ, അതായത് BJP CPIM സംഘർഷം തുടർച്ചയായി ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ന്യൂ ഇയർ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേക ശ്രദ്ധ അവിടെ പോലീസ് കാണിച്ചിരുന്നു. 3 തവണ അവിടെ എത്തിയതാണ്. സംഘർഷ സാധ്യത അല്ലെങ്കിൽ സംഘർഷം ഒഴിവാക്കാനുള്ള ഇടപെടൽ മാത്രമാണ് പോലീസ് നടത്തിയത്. വാഹനം ഹാൻഡ് ലോക്ക് ചെയ്ത നിലയിലായിരുന്നു. അത് വാഹന ഗതാഗതം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വാഹനം ഇട്ടിരുന്നത് കൊണ്ട് ഹാൻഡ് ലോക്ക് ചെയ്തിരുന്ന വാഹനം വലിച്ചിഴച്ച് മാറ്റുക മാത്രമാണ് ചെയ്യുന്നുള്ള വിശദീകരണമാണ് നിലവിൽ പോലീസ് നൽകുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പരാതി ലഭിച്ചാൽ അന്വേഷിക്കാമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിക്കുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷനെയും ഒപ്പം തന്നെ DGPയെയും ഒക്കെ തന്നെ ബന്ധപ്പെട്ട് പരാതി നൽകാനുള്ള നിലപാടിലാണ് നിലവിൽ താൻ കള്ളക്കേസിൽ കുടുങ്ങി അല്ലെങ്കിൽ താൻ നിരപരാധിയാണെന്ന് പറയുന്ന പരാതിക്കാരനായിട്ടുള്ള സാലുവിൻ്റെ നിലപാട്. വേണുഗോപാലകൃഷ്ണൻ. മനീഷ് മഹിബാലാണ് ആലപ്പുഴയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.